Good morning all. Today we are starting our new subject special education. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള പേര് കേൾക്കുന്ന പോലെ തന്നെ നമുക്കറിയാം അതൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ട് ഉള്ള കരിക്കുലം ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒന്നാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടീച്ചിങ് ഡിസൈൻ ടു സപ്പോർട്ട് ചിൽഡ്രൻ ഹു ഹാവ് സ്പെഷ്യൽ നീഡ്സ്. ആർക്കാണോ സ്പെഷ്യൽ നീഡ്സ് വേണ്ടത് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ വേണ്ടത് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കരിക്കുലം വെച്ചിട്ട് പഠിപ്പിക്കുന്നതിനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളെ അവര് they learn differently from others and may need extra help. അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യം ഉണ്ടായിരിക്കാം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല അവരെ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണോ അവരുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർക്ക് സ്പെഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ട് അവർക്കുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ എടുത്ത് അവരെ പഠിപ്പിക്കാൻ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആരൊക്കെയാണ് ഈ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികൾ? അതിനെപ്പറ്റി അതുപോലെ എന്തെല്ലാം ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അവരുടെ റോൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മളിത് ഈ ഒരു സബ്ജക്റ്റിൽ വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളിലൊക്കെ ഇതുപോലുള്ള ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ മോണ്ടിസോറി ഒക്കെ പഠിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് നോർമൽ ചിൽഡ്രനെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ബ്രീഫായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നത്. പക്ഷെ ഈ ഒരു സബ്ജക്ട് എടുത്തു എന്നല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇൻ കേസ് നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇതുപോലുള്ള സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേരൻസ് അറിയാണ്ട് പോകുന്ന സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികളുണ്ടെങ്കിൽ നമ്മളുടെ അസസ്മെന്റിലൂടെയൊക്കെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് അതിൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ പേരൻസ് അത് അറിവുള്ളവരായിരിക്കണം എന്നില്ല. അപ്പൊ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനും അതനുസരിച്ചുള്ള സ്പെഷ്യൽ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ മാറ്റുന്നതിനും നമുക്ക് ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ 100 കുട്ടികളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരെ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ് ആക്കി മാറ്റി എന്നുള്ളതിലല്ല, ഇതുപോലുള്ള സ്പെഷ്യൽ കെയറും നീഡ്സും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്താൻ പറ്റുകയും അവരെ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമുക്ക് എന്തായാലും അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ പ്ലാൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡിസൈൻ ടു മീറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, uses adapted curriculum and teaching methods, aims at overall development of the child. കുട്ടിയുടെ ഓവറോൾ എല്ലാ തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ പൊട്ടൻഷ്യൽ കുട്ടികളെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഏതൊക്കെ കുട്ടികൾക്കാണ് സ്പെഷ്യൽ നീഡ് വേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവർ, അതിലെന്തൊക്കെയാ വരുന്നത്? ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, ഹിയറിംഗ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ്, സ്പീച്ച്, ഫിസിക്കൽ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ഇങ്ങനെ ഒത്തിരി പല ടൈപ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് ആണ് നമ്മൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. സ്കൂളിന്റെ റോൾ എന്താന്ന് നോക്കാം. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടീച്ചറെ സംബന്ധിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും അസസ് ചെയ്യാൻ പറ്റുന്നതും വലിയൊരു കാര്യമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. കരിക്കുലം അഡാപ്റ്റേഷൻ, പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസോഴ്സസ്, കൊളാബറേഷൻ വിത്ത് പേരൻസ് ആൻഡ് പ്രൊഫഷണൽസ്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടീച്ചേഴ്സ് സ്കൂളിലെ സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്.
ഏർലി സ്ക്രീനിങ് ഓഫ് ചിൽഡ്രൻ. പെട്ടെന്ന് നമ്മൾ കണ്ടെത്താൻ പറ്റുന്നത് എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റുന്നത്? ഒബ്സർവേഷനിലൂടെ കണ്ടെത്താൻ പറ്റും. ഇനി ആരെങ്കിലും റെഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രൊഫഷണൽ അസസ്മെന്റിലൂടെ പറ്റും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് പ്രോഗ്രസ്. അവരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് നമുക്ക് നടത്തുകയും അതിലൂടെ അവരുടെ അസസ്മെന്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് എങ്ങനെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? ഇൻക്ലൂസീവ് എൻവയോൺമെന്റ് നമ്മൾ ലേണിംഗ് വിത്ത് റെഗുലർ സ്റ്റുഡൻസിന്റെ കൂടെ നമ്മൾ അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അല്ലെ അതിലവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. സ്പെഷ്യൽ കെയർ ആവശ്യമുള്ളവരും നോർമൽ ചിൽഡ്രനും ഒക്കെ നമ്മൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത്. പിയർ അക്സെപ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്, സേഫ് ആൻഡ് സപ്പോർട്ടീവ് അറ്റ്മോസ്ഫിയർ. എന്താണ് ഒരു റോൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ റോൾ എന്താണെന്ന് നോക്കാം. അസസ്മെന്റ് ആൻഡ് IEP പ്രിപ്പറേഷൻ, സ്പെഷ്യൽ ടീച്ചിങ് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക, ക്ലാസ് റൂം ആൻഡ് ബിഹേവിയർ മാനേജ്മെന്റ്, കൊളാബറേഷൻ വിത്ത് പേരൻസ് ആൻഡ് തെറാപ്പിസ്റ്റ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ഇമോഷണൽ സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്തെല്ലാം ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വലൈസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, അതായത് 1-to-1 കോൺടാക്റ്റിലൂടെ അവർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നത്. മൾട്ടി സെൻസറി അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടാസ്ക് അനാലിസിസ് നടത്താൻ പറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റും. അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉള്ളത് നോക്കാം. എന്തൊക്കെ നമ്മുടെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ലേണിംഗ് ഡിസബിലിറ്റി വരുന്നുണ്ട്, ഓട്ടിസം വരുന്നുണ്ട്, ഹിയറിംഗ്, വിഷ്വൽ ഇമ്പയർമെന്റ്, സ്പീച്ച് ഇമ്പയർമെന്റ്, ലാംഗ്വേജ് ഇമ്പയർമെന്റ്, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡർ ഒക്കെ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്ന ടൈപ്പ് എന്തൊക്കെയാന്ന് പറയുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ കൊടുക്കുന്നത് സ്പെഷ്യൽ സ്കൂൾസിലൂടെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നത്. റിസോഴ്സ് റൂം പ്രോഗ്രാംസ്, അതിന് വേണ്ടിയിട്ട് റിസോഴ്സ് റൂംസ് ഒക്കെ നമുക്ക് വെച്ചിട്ട് അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഹോം ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക്, അല്ലെ, ഡെവലപ്പ് ലൈഫ് ആൻഡ് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നതിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഹെൽപ്പ് ചിൽഡ്രൻ റീച്ച് ഫുൾ പൊട്ടൻഷ്യൽ, അതുപോലെ കുട്ടികളുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള നീഡ് എന്താണെന്നും മനസ്സിലാക്കി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടീച്ചേഴ്സും ഫാമിലിയും അതുപോലെ സ്കൂളും അവരെ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഇതെല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. ലീഡ്സ് ടു ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാനായിട്ടും അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാനും നമുക്ക് കഴിയുന്നതും ഈ ടീച്ചേഴ്സും തെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും ഫാമിലിയും അതുപോലെ അവരുടെ പിയർ ഗ്രൂപ്പും എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ കുട്ടിയും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു 4 പേരുണ്ടെങ്കിൽ ആ 4 പേരുടെയും അവരുടെ ആവശ്യം ഡിഫറെന്റ് ആയിരിക്കും, 4 രീതിയിലുള്ളതായിരിക്കും. അപ്പൊ ഒരാൾക്ക് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന അവർക്ക് ആവശ്യമുള്ള ഒരു എഡ്യൂക്കേഷന്റെ പോലെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ മേ ബി ചില സമയത്ത് നമുക്ക് ഒരേപോലുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ ഇവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഓരോരുത്തരും ഡിഫറെന്റ് ആണ്, അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കുട്ടിക്ക് കൊടുക്കുന്ന തന്നെ സെയിം പ്രോബ്ലം ഉള്ള മറ്റേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റണമെന്ന് ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഇതിന്റെ അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.